നമ്മള് സ്ത്രീകൾ ബെഡ്റൂമിൽ ചെയ്യുന്ന മിസ്റ്റേക്സിനെ കുറിച്ച് പറഞ്ഞു. പുരുഷന്മാർ മിസ്റ്റേക്ക് ഒന്നും ചെയ്യുന്നില്ല? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ സാവധാനം എൻജോയ് ചെയ്ത് ഫോർപ്ലേ ഒക്കെ ചെയ്ത് ചെയ്യണം. ബെഡിന് പുറത്തുനിന്ന് തന്നെ റൊമാൻസും കാര്യങ്ങളൊക്കെ ആരംഭിക്കാം, കിസ് കാര്യങ്ങളൊക്കെ ആരംഭിക്കാം എന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ എല്ലാ ദിവസവും ഒരേ രീതി തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. പുതിയ പൊസിഷൻസുകളൊക്കെ ട്രൈ ചെയ്യാം, പുതിയ ആംബിയൻസിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടോയ്സ് ഉപയോഗപ്പെടുത്താൻ പറ്റും. പുതിയ ടെക്നിക്സുകളൊക്കെ അവലംബിക്കുന്നത് പുതിയ സെക്ഷൽ അനുഭവം നൽകുന്നവരായിരിക്കും. പിന്നെ സ്ത്രീകൾ സെക്സിനിടയിൽ ആ ശബ്ദം ഉണ്ടാക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർ സാറ്റിസ്ഫൈ ആവുന്നു എന്നുള്ളത് പുരുഷനെ അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ആ പുരുഷന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പുരുഷൻ സാറ്റിസ്ഫൈ ആയി എന്നുള്ളത് ലേഡിയും അറിയേണ്ട കാര്യമാണ്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ അവിടെ തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. ചില ആൾക്കാർ അത് ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത എന്നുള്ളത്. പിന്നെ പല ആൾക്കാർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഓർഗാസം. ആ രതിമൂർച്ചയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സെക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റങ്ങൾ വരേണ്ടുന്ന ഒരു കാര്യമാണ്. ഓരോ പോയിന്റും എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യണം, അപ്പോഴാണ് അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ impatient.com ത്രൂ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിതിൻ 10 ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ പാർട്ട്നേഴ്സിലേക്ക് അയച്ചു കൊടുത്തേക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് അയച്ചു കൊടുത്തേക്കാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.